ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പോഷകങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഉണക്കമുന്തിരി അഥവാ കിസ്മിസ്. നമ്മൾ ഉണക്കമുന്തിരി കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം? ഈ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കേണ്ടതിന് ഉണക്കമുന്തിരി എങ്ങനെ കഴിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ആദ്യം നമുക്ക് ഉണക്കമുന്തിരിയുടെ ഗുണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം. വൈറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ്, ഫൈറ്റോന്യൂട്രിയൻസ്, പോളിഫീനോൾസ്, ഫൈബർ എന്നിവ ധാരാളമായി ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്നു. ഉണക്കമുന്തിരിയിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിരിക്കുന്നതിനാൽ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് ഉണക്കമുന്തിരി. ഇതിലെ ഫൈബർ അഥവാ നാരുകൾ മലബന്ധം ഒഴിവാക്കി ദഹനപ്രക്രിയയെ മെച്ചപ്പെടുത്തി ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ആരോഗ്യകരമാക്കുന്നതിന് വളരെയധികം ഫലപ്രദമാണ്. ഫ്രക്ടോസ്, ഗ്ലൂക്കോസ്, മിനറൽസ് എന്നിവയിൽ സമ്പുഷ്ടമായ ഉണക്കമുന്തിരി നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം വർദ്ധിപ്പിക്കുന്നു. കൊളസ്ട്രോൾ കൂടാതെ തൂക്കം കൂടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ ദിവസവും ഉണക്കമുന്തിരി കഴിക്കാവുന്നതാണ്. വിളർച്ച അഥവാ അനീമിയ ഉള്ളവർ പതിവായി ഉണക്കമുന്തിരി കഴിക്കുകയാണെങ്കിൽ ഇതിലടങ്ങിയിരിക്കുന്ന അയൺ രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടുന്നതിനും വിളർച്ച എന്ന അസുഖം മാറുന്നതിനും വളരെയധികം സഹായിക്കുന്നു. ഉണക്കമുന്തിരിയിൽ ധാരാളം ആന്റി ഓക്സിഡൻസും പൊട്ടാഷ്യം ഉള്ളതിനാൽ BP ഉള്ളവർ ഉണക്കമുന്തിരി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് BPയെ കുറയ്ക്കുന്നതിനെ വളരെയധികം സഹായിക്കുന്നു. അടുത്തത് ഉണക്കമുന്തിരി കഴിക്കേണ്ട വിധമാണ്. ഉണക്കമുന്തിരി വെറുതെ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് ഒന്നും ലഭിക്കുകയില്ല. വെള്ളത്തിലിട്ട് വെച്ച് ഉണക്കമുന്തിരി കഴിക്കുന്നതാണ് കൂടുതൽ ആരോഗ്യകരം. 1 ടീസ്പൂൺ ഉണക്കമുന്തിരി എടുക്കുക. ഇത് ബ്ലാക്ക് കളറിലുള്ള ഉണക്കമുന്തിരിയാണ്. ഇത് ഗോൾഡൻ കളറിലുള്ള ഉണക്കമുന്തിരിയാണ്. അടുത്തത് 1 ഗ്ലാസ് ചൂടുവെള്ളം. ഉണക്കമുന്തിരിയുടെ ഏത് വെറൈറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഏത് വെറൈറ്റി ഉപയോഗിച്ചാലും ഇതിൻ്റെ ഗുണങ്ങൾ ഒന്നു തന്നെയാണ്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് ആ ഉണക്കമുന്തിരി ഉപയോഗിക്കുക. നിങ്ങൾ ഏത് ഉണക്കമുന്തിരിയാണ് എടുത്തിരിക്കുന്നത് അത് ഈ ചൂടുവെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്ത് ഒരു രാത്രി മുഴുവൻ അടച്ചു വയ്ക്കുക. പിറ്റേ ദിവസം ഈ ഉണക്കമുന്തിരി ഈ വെള്ളത്തിലേക്ക് പിഴിഞ്ഞെടുത്ത് ഈ വെള്ളം ഒന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം വെറും വയറ്റിൽ ഈ വെള്ളം കുടിക്കുക. അപ്പോൾ ഉണക്കമുന്തിരിയുടെ ഗുണങ്ങളും ഉണക്കമുന്തിരി ഏത് വിധമാണ് കഴിക്കേണ്ടത് എന്നും വിശദീകരിച്ചിട്ടുണ്ട്. ഈ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്